പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ 1/5 പ്രവാസിയുടെ വേതനം പറ്റുന്ന കുടുംബങ്ങളായിരിക്കും. ഒരു പ്രവാസിയോ അവന്റെ കുടുംബമോ വിചാരിച്ചാൽ മാറ്റിമറിക്കാവുന്ന ഒന്നാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. പ്രവാസിയുടെ വിലയേറിയാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകണം എന്ന അഭ്യർത്ഥനയോടെ പ്രവാസി ലോകത്തിന്റെ ഈ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. രോഗബാധിതനായ തിരുവനന്തപുരം സ്വദേശി രാജന് OICC ജുബൈൽ സെൻട്രൽ കമ്മിറ്റി നാട്ടിലേക്കുള്ള ടിക്കറ്റ് നൽകി. OICC പ്രവർത്തകർ അദ്ദേഹം താമസിക്കുന്ന ക്യാമ്പിലെത്തിയാണ് ടിക്കറ്റ് കൈമാറിയത്. ജനറൽ സെക്രട്ടറി ഷിഹാബ് കായംകുളമാണ് ടിക്കറ്റ് കൈമാറിയത്. ബിജു കുട്ടനാട്, അബ്ദുൾ റഹ്മാൻ, വിൻസെന്റ് തടത്തിൽ, കിച്ചു കായംകുളം, ഷാജിദ് കാക്കൂർ, മനോജ് നാരായണൻ, ഭാസ്കരൻ കൊടുവള്ളി, റെജി ജോർജ്, ലത്തീഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. യമനിൽ ഇന്ത്യൻ എംബസിയിൽ പുതുതായി അംബാസഡറായി ചുമതലയേറ്റ അമൃത് ലുഗനുമായി യമൻ പ്രവാസി അസോസിയേഷൻ പ്രവർത്തകരായ സന്തോഷ് പുതുമന, ഫ്രാൻസിസ് സേവ്യർ, തോമസ് മാത്യു, അഭിലാഷ് സുകുമാരൻ, സാജു ആന്റണി എന്നിവർ കൂടിക്കാഴ്ച നടത്തി. യമനിൽ ഇന്ത്യക്കാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തി. പ്രവാസി അസോസിയേഷൻ നടത്തുന്ന എല്ലാ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അംബാസഡർ എല്ലാ സഹായങ്ങളും വാഗ്ദാനം നൽകി. ഇന്ത്യൻ എംബസി സ്കൂൾ മാനേജ്മെന്റ് അധികാരികൾ രക്ഷകർത്താക്കളോട് കാണിക്കുന്ന നിഷേധവും നിന്ദ്യവുമായ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും പുതിയ ഭരണസമിതി എത്രയും പെട്ടെന്ന് രൂപീകരിക്കണമെന്നും സ്കൂൾ പെട്രോൾ കൂടിയായ അംബാസഡറോട് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അസോസിയേഷൻ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് അംബാസഡർ അസോസിയേഷൻ പ്രവർത്തകർക്ക് ഉറപ്പു നൽകി. 6 വർഷം മുൻപ് ഗൾഫിലേക്ക് എന്ന് പറഞ്ഞ് വീട് വിട്ടുപോയ തിരുവനന്തപുരം വിതുര സ്വദേശി സുരേഷിനെ തേടിയാണ് അച്ഛനും അമ്മയും പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. വിതുര ജംഗ്ഷനിൽ ഹാർഡ്വെയർ കട നടത്തിയിരുന്ന ഇദ്ദേഹം കച്ചവടം പൊളിഞ്ഞപ്പോഴാണ് ഗൾഫിലേക്ക് പോകുവാനുള്ള ശ്രമം തുടങ്ങിയത്. ഗൾഫിലെത്തിയോ അതോ നാട്ടിൽ തന്നെയാണോ ഇദ്ദേഹം എന്നൊന്നും അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴും അറിഞ്ഞുകൂടാ. സുരേഷിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അച്ഛനോടും അമ്മയോടും തന്നെ നമുക്ക് ചോദിച്ചറിയാം. സുരേഷിന് പാസ്പോർട്ട് ഉണ്ടായിരുന്നു? പാസ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ പാസ്പോർട്ട് വീട്ടിലുണ്ട്, അതിൻ്റെ കാലാവധി കഴിഞ്ഞ്. പാസ്പോർട്ട് ഇല്ലാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയുള്ളത്? പാസ്പോർട്ട് ഇല്ലാതെയാണ് വീട്ടിൽ നിന്ന് പോയിട്ടുള്ളത്. സ്വന്തം കച്ചവടമായിരുന്നോ? സ്വന്തം കച്ചവടം തന്നെയായിരുന്നു. നിങ്ങളും കൂടിയാണ് നടത്തിയത്? ഞാനും കൂടി തന്നെ നടത്തിയത്, പക്ഷേ ബാങ്ക് ലോണായിരുന്നു. എത്ര രൂപ ഉണ്ടായിരുന്നു? അതിൽ 2 ലക്ഷം രൂപ ബാങ്ക് ലോണ്, 1 ലക്ഷം രൂപ എൻ്റെ മക്കളെ ഇന്ന് വാങ്ങിച്ചത്. തുടങ്ങിയപ്പോൾ തന്നെ പൊളിഞ്ഞു? തുടങ്ങി ഒരു 4-5 വർഷം കഴിഞ്ഞ് അപ്പോഴാണ് ഇത് ബാങ്കിൽ പൈസ അടച്ചില്ല എന്ന് ഞാൻ അറിയണത്. ഇയാളെന്താ അടക്കാതിരിക്കാൻ കാരണം? അത് എനിക്കറിഞ്ഞൂടാ. ഇയാൾ ഈ കാശൊക്കെ എന്ത് ചെയ്തു? കാശ് എങ്ങനെ പോയെന്നും അത്ര കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അത് കടങ്ങൾ ആളുകൾ വാങ്ങിച്ചുകൊണ്ട് വെച്ച് തിരിച്ചു കൊടുത്തില്ല. കടം പോയിരുന്നു? കടമായിട്ട് വാങ്ങിക്കാം, അവൻ്റെ കയ്യിൽ നിന്നേ കടമായിട്ട് വാങ്ങിച്ച് പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു. എത്ര മക്കളുണ്ട്? എനിക്ക് 4 മക്കൾ. ഇയാൾ മൂത്ത ആളാ? അല്ല, ഇവൻ ആണിൽ ഇളയതാണ്. ഇളയതാ? 2 ആണും 2 പെണ്ണും. ഇയാൾക്ക് എത്ര വയസ്സുണ്ട്? ഇവനിപ്പോൾ 37 വയസ്സ് പ്രായമുണ്ട്. എത്ര വർഷമായി പോയിട്ട്? 6 വർഷം. 6 വർഷമായി. കല്യാണം കഴിച്ചിട്ടില്ല. 31 വയസ്സായിട്ടും കല്യാണം കഴിച്ചിരുന്നില്ല? കാരണം ഇവിടെ അതിനു വേണ്ടിയൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഇവനൊരു ജോലി വിദ്യാഭ്യാസമുണ്ട്. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? അവൻ ബി വരെ പഠിച്ചു, പക്ഷെ പരീക്ഷ എഴുതിയില്ല. അതിൻ്റെ ഒരു മോളെ കല്യാണത്തിന് പരീക്ഷ എഴുതാൻ അന്ന് പറ്റിയില്ല. ഞാൻ ഗൾഫിലായിരുന്നു. ഗൾഫിലെവിടെയായിരുന്നു? ഞാൻ ഒമാനിലായിരുന്നു. അങ്ങനെ ഈ 2 കല്യാണം നടത്തിയതും അവനാണ്. അപ്പോൾ ഒരു പൈസ അവൻ പാഴെ കളയില്ല, വേറെ ഒരു സ്വഭാവ വ്യത്യാസവും ഇല്ല. ആർക്ക് വേണമെങ്കിലും പിന്നെ കടങ്ങൾ ചോദിച്ചാൽ കൊടുക്കാൻ പൈസ കൊടുക്കില്ല. അവർ കൊടുത്തില്ല. കടം വാങ്ങിച്ചോണ്ട് പോയ ആളുകൾ തിരിച്ചു കൊടുക്കില്ല. എവിടേക്ക് പോയി ആള്? സാറേ, അങ്ങനെയാണ് ഇവൻ ഇവിടുന്ന് പിന്നെ എൻ്റെ മോള് കണ്ണൂർ താമസം ഉണ്ടായിരുന്നു. അങ്ങനെ 1 വർഷം അവൻ അവിടെ പോയി നിന്ന്. അപ്പോൾ അവിടെ പോയി നിന്ന് മരുവൻ പറഞ്ഞു, ഞാൻ വെറുതെ നിന്നാൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു മരപ്പണി പഠിക്കണം, മരപ്പണിക്കാരനാണ്. അങ്ങനെ ഇവൻ ഈ തടിയൊക്കെ കടയാൻ പോവുമായിരുന്നു. അങ്ങനെ അവിടെ 1 വർഷം നിന്നിട്ട് അവിടുന്ന് മാറിയിട്ട് ഒരു ദിവസം ചെന്ന് മരുവൻ്റെ പറഞ്ഞു, എനിക്ക് കുറച്ച് കാശ് വേണം, ഇങ്ങനെ ഗൾഫിൽ പോകാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മരുവൻ ഒരു 10,000 രൂപ കൊടുത്തു. അതിനെ ഇവൻ എറണാകുളത്ത് കൊണ്ടുവന്നൊരു ഏജൻറ്റിൻ്റെ കയ്യിൽ അവൻ 10 രൂപ, ആ 10 രൂപ അല്ലാതെ ഒരു 10 രൂപ കൂടെ ഇവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ 10 രൂപ കൊടുത്ത് 20 രൂപ അവിടെ എറണാകുളത്ത് കൊടുത്തെന്ന് അവൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ്, അത് ഒരു പരിചയമില്ലാത്തടത്ത് കൊണ്ടൊന്ന് ഈ പൈസ കൊടുത്താൽ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? അത് എനിക്കൊരു കൂട്ടുകാരൻ അവിടെ ഉണ്ട്, അവനുമായിട്ടാണ് അത് കൊടുത്തത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിത് അന്വേഷിച്ച് നോക്കിയാനൊക്കെ അങ്ങനെ ഒരു ഏജൻ്റ് അവിടെ ഇല്ല. പിന്നെ ഈ പൈസയൊക്കെ എങ്ങനെ പോയെന്ന് എനിക്ക് അത്ര കൃത്യമായിട്ട് പറയാൻ അറിഞ്ഞൂടാ.
സാറേ എൻ്റെ പൊന്നു സാറേ ഒരു പൈസയും പാടിയൊന്നും കളയില്ല. പിന്നെ ഇതാരെങ്കിലും പറ്റിച്ചുകൊണ്ട് പോയതായിരിക്കും. പഞ്ചപാവണം അവനെ എങ്ങനെയെങ്കിലും നാട്ടിൽ. വിസ കിട്ടിയില്ല. വിസ അതും അറിഞ്ഞുകൂടാ. വിസ കൊടുത്തോ കൊടുത്തില്ലേ എന്നൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ എവിടേക്ക് പോയെന്ന് അറിയില്ല. പിന്നെ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ അതിനുശേഷം ഒരു വിവരമില്ല, വിളിക്കുകയില്ല. എവിടെ വിളിക്കേ കത്ത് വരെ എന്തെങ്കിലും ചെയ്യണമെങ്കിലല്ലേ അതിനെപ്പറ്റി അറിയാൻ പറ്റും. കമ്പ്യൂട്ടർ പാസ്സായിട്ടുണ്ട്, ഈ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള വിദ്യാഭ്യാസമുണ്ട്. ആട്ടോ ഓട്ടിങ് അറിയാം, അതിൻ്റെ ലൈസൻസും ഉണ്ട്. ലൈസൻസ് വീട്ടിയിരിപ്പുണ്ട്. കേരളത്തിലുണ്ട് ആള്. അതും അറിഞ്ഞുകൂടാ. കേരളത്തിലുണ്ടോ അതേ വെളിയിലെങ്ങാനും പോയോ എന്ന് അറിഞ്ഞുകൂടാ. ഒരു കൊല്ലം കണ്ണൂരുണ്ടായിരുന്നു. ഒരു കൊല്ലം കണ്ണൂരുണ്ടായിരുന്നു. അപ്പോൾ 5 വർഷമായിട്ട് കാണാനില്ല. 5 ഇത് 6ാമത്തെ വർഷം. നിങ്ങളവിടെ അന്വേഷിച്ചില്ല? അന്വേഷിച്ച് ആ സമയം ഞാൻ എല്ലാവരും കൂടെ പറഞ്ഞ് ഞാനെവിടെ പോയി, ഞാനൊരു രോഗിയാണ്, അവൾക്കും സുഖമല്ല, എനിക്ക് ഹാർട്ടിൻ്റെ കുഴപ്പമാണ്. അവൻ ഉള്ളപ്പോൾ തന്നെ ഈ അസുഖമായി അവൻ തന്നെ ആശുപത്രി കൊണ്ടുപോയതും എല്ലാ കാര്യങ്ങളും അത് അവനറിയാം. ആ മോനാണ് ഈ അച്ഛന് രക്ഷപ്പെട്ടത്. കാരണം പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും ഒരു അസുഖം എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൂത്തവൻ എന്ത് ചെയ്യുന്നത്? മൂത്തവൻ ഇന്ന് അന്യോട്ട് താമസിക്കുകയാണ്. അവന് ഈ വർക്ക്ഷോപ്പിലെ പണിയാണ്, വണ്ടിയിൽ. ഇപ്പോഴും പണിയൊന്നും ഇല്ല സാറേ, ഇപ്പം കൂലിപ്പണിക്ക് പോവുകയാണ്. നിങ്ങൾ ഒരു ഗൾഫുകാരൻ്റെ കഥയാണ് നിങ്ങളെ കഥ അല്ലേ? ഒന്നും ഉണ്ടാക്കിയില്ല, ഗൾഫിൽ ദീർഘകാലം വന്നു. ഗൾഫിൽ ഈ 18 വർഷം ഇരുന്നതിനൊക്കെ 2 പെൺമക്കളെ അയച്ചത് തന്നെ. മക്കളും രക്ഷപ്പെട്ടില്ല. ഇതാണ് ഗൾഫുകാരൻ്റെ പൊതു ജീവിതം. ഏതു കാലത്തും കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ടവൻ തന്നെ അല്ലേ? സാറേ പൈസയൊക്കെ നയിച്ചു പോയതിന് വേണ്ടില്ല. എനിക്ക് എൻ്റെ കൊച്ചിനെ കണ്ടിട്ട് ഒരുപാട് നാളായി. ഇനി നാട്ടിൽ ഇനി എവിടെ നിന്നാലും എവിടെയെങ്കിലും വന്ന് കണ്ടെങ്കിൽ മതിയായിരുന്നു. കേരളത്തിന് പുറത്തു പോകാൻ സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ എവിടേക്കാണ് കേരളത്തിൽ പുറത്തു പോയാലും ഞങ്ങളെ ഈ പ്രോഗ്രാം ലോകത്തെമ്പാടുമുള്ള മലയാളികൾ കാണുന്നതാണ്. എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും സുരേഷും കാണുന്നതാണ്. ഏതെങ്കിലും ഒരു എപ്പിസോഡ് കാണാതിരിക്കില്ല, റിപ്പീറ്റേഷനിലുള്ള. സുരേഷ് അഭ്യസ്തവിദ്യനായ ഒരു ചെറുപ്പക്കാരനാണ്. യാതൊരു പരാതികളും കുടുംബത്തിനില്ല. അച്ഛനും അമ്മയോടും വളരെ സ്നേഹം കാണിച്ച മകനാണെന്ന് രണ്ടുപേരും ഒരേ ശബ്ദത്തിൽ പറയുന്നു. ഒരസുഖമുണ്ടായാൽ അച്ഛനും അമ്മയ്ക്കും ഉറങ്ങാത്ത മകൻ, 5 വർഷമായിട്ട് എവിടെയാണെന്നറിയാത്ത മാതാപിതാക്കൾ ഒരവസ്ഥ സുരേഷ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സുരേഷും വലിയ ഒരവസ്ഥയിലായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. സുരേഷ് കച്ചവടം തുടങ്ങി, അത് പരാജയമായി, കടമായി. സുരേഷ് വായ്പ കൊടുത്തൊന്നും സുരേഷിന് കിട്ടിയില്ല. അച്ഛനാണെങ്കിൽ 18 വർഷത്തെ ഗൾഫ് ജീവിതത്തിൽ നിന്ന് കാര്യമായൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതമാണ് നിങ്ങളുടേത് എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും കുടുംബങ്ങൾ കഷ്ടപ്പെട്ട് കഴിയുന്നവരാണ്. അമ്മയ്ക്ക് നിങ്ങളെ കാണാതെ വലിയ ബുദ്ധിമുട്ടുണ്ട് സുരേഷ്. 2 പേർക്കും ഉണ്ട്. അപ്പോൾ എന്തിനാ ഇങ്ങനെ ഒളിച്ചതാകുന്നത്? ഇതൊക്കെ സാധാരണയാണ്. എന്തൊക്കെ വന്നു, കഷ്ടപ്പാട് വന്നു, ശരി. പക്ഷെ നമ്മളതിനൊരു പരിഹാരം ഉണ്ടാവും. ജീവിതം എന്ന് പറഞ്ഞത് പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഇടകലർന്നു പോകുന്ന ഒന്നാണ്. അല്ലാതെ ഏത് കാലത്തും ജീവിതം ഒരുപോലെ ഇങ്ങനെ ഭംഗിയായിട്ട് ഒഴുകി പോകുന്നവരല്ല. ഏറ്റവും വലിയ സമ്പന്നർക്ക് പോലും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് സമ്മിശ്രമാണ്. അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും അത് ഏത് കാലത്തും ഒരുപോലെയാണ് എന്ന് സുരേഷ് ധരിക്കരുത്. സുരേഷിന് നഷ്ടമുണ്ടായി എന്നുള്ളതൊക്കെ സത്യം. സുരേഷിന് ദുഃഖമുണ്ടായി, പെങ്ങളടുത്ത് നിന്ന് പോയി, അവിടെ നിന്നിട്ടും രക്ഷപ്പെട്ടില്ല. 20,000 റുപ്യ ഏതോ ട്രാവൽ ഏജൻറ് കൊണ്ടുകൊടുത്ത് അതും പോയിട്ടുണ്ടാവാനാണ് സാധ്യത. അതോടുകൂടിയാണ് താങ്കൾ അപ്രത്യക്ഷമാവുന്നത്, യാതൊരു സംശയമില്ല. അപ്പോൾ ആ അപ്രത്യക്ഷമാകൽ ഒരു ന്യായമായ പരിഹാരമല്ല സുരേഷ്. അതാണ്. നിങ്ങളൊരു ദിവസം അപ്രത്യക്ഷമാവുന്നു കുടുംബത്തിൽ. എന്താ അതിനുള്ള ഒരു ഗുണം എന്താ? അച്ഛനും അമ്മയും സങ്കടപ്പെടുക. നിങ്ങളാകെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അച്ഛനും അമ്മയാണ്. ആകെ പ്രതീക്ഷയാണ് അവരുടെ. ആ ആളാണ് ഒരു വിവരമില്ലാതെ 5 വർഷമായിട്ട് അജ്ഞാതവാസം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുരേഷ് എവിടെയാണെങ്കിലും ഒന്ന് വീട്ടിലേക്ക് വിളിക്കുക നല്ലത്. സുരേഷിനെ കാണുന്ന ഏതെങ്കിലും പ്രേക്ഷകരുണ്ടാവും. അല്ലാണ്ടിപ്പോൾ ഒരു ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എവിടെയാണെന്നോ ഒരു നിശ്ചയമില്ല. അപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും പട്ടണങ്ങളിലുണ്ടാവാം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും പട്ടണങ്ങളിലുണ്ടാവാം. ഗൾഫിലേക്ക് പോയിട്ടുണ്ടാവാൻ സാധ്യതയില്ല, പാസ്പോർട്ട് വീട്ടിലുള്ള കാരണം. അപ്പോൾ തീർച്ചയായിട്ടും സുരേഷ് വിളിക്കുകയാണ് വീട്ടിലേക്ക് വേണ്ടത്. അച്ഛനും അമ്മയ്ക്ക് വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ കാണുന്ന
പ്രേക്ഷകരുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്താ അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും പറയണ്ട? എന്തോ പറയാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വന്നു. അച്ഛൻ ഈ നാട്ടിലില്ലാത്തപ്പോഴൊക്കെ അവൻ്റെ ഇളയ സഹോദരികളും എല്ലാം അവൻ നല്ലപോലെ നോക്കും. എന്നെ അങ്ങനെ മെഡിക്കളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. മിന്നലടിച്ച് സുഖമില്ലാതൊക്കെ ആയപ്പോൾ ഞങ്ങളെല്ലാത്തിനും നല്ലപോലെ നോക്കണ ഒരു കുട്ടിയാണ് സാറേ. ഇത്രയും വർഷം കാണാതിരിക്കുമ്പോൾ എന്തുമാത്രം വിഷമം ഉണ്ടായിരുന്നു. ഓ, തീർച്ചയായിട്ടും. അതുകൊണ്ട് അവനെ ഞാൻ മരിക്കുമ്പോൾ ഒരു ദിവസം കണ്ടെങ്കിൽ എവിടെയെങ്കിലും സുഖമായിട്ട് നിൽക്കണമെങ്കിൽ അറിഞ്ഞാൽ മതിയായിരുന്നു. ഒരു വർഷം മുൻപ് സൗദിയിലെ മദീനയിലേക്ക് പോയ എറണാകുളം സ്വദേശി മുനീറിനെ തേടിയാണ് ഭാര്യ റസീനയും ഇളയ കുഞ്ഞും പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. 7 മാസം മുൻപ് കുഞ്ഞിനെ കാണുവാനായാണ് മുനീർ അവസാനമായി നാട്ടിലെത്തിയത്. എന്ത് കാരണത്താലാണ് മുനീർ തന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നത് എന്നറിയാതെ വിഷമിക്കുകയാണ് ഭാര്യ റസീന. മുനീറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ റസീനയോട് ചോദിച്ചറിയാം. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 12 വർഷം. 12 വർഷമായി. മൂത്ത കൊച്ചിന് ഇപ്പം 11 വയസ്സുണ്ട്. രണ്ടാമത്തെ കൊച്ചിന് 8 വയസ്സ്. ഇതിനിപ്പോൾ 9 മാസമായി. ഇയാള് സൗദി അറേബ്യയിൽ പോയിട്ട് എത്ര കാലമായി? മുനീർ 1 വർഷമായി പോയിട്ട്. അതിന് മുമ്പ് പോയിട്ടില്ല? അതിനു മുമ്പ് സൗദിയിൽ പോയിട്ട് വന്ന് അവിടെ പണി ചെയ്യുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് എൻ്റെ ഇക്കാക്കാണ് വിട്ടത്. വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ഞാൻ പറയുന്നത് മുനീർ ആദ്യം പോയതല്ല, 1 വർഷം മുമ്പ്. അതിന് മുമ്പ് പോയിട്ട് വന്ന് ഇപ്പൊ പ്രശ്നം വന്നത് ഇപ്പൊ രണ്ടാമത് പിന്നെ മുനീർ പോയായിരുന്നു. പോയിട്ട് എൻ്റെ നാത്തൂൻ്റെ സ്വർണ്ണം പണയം വെച്ച് കൊടുത്ത്. പിന്നെ എൻ്റെ ഉമ്മച്ചി ഗൾഫിലുണ്ട്. എൻ്റെ ഉമ്മച്ചിയും പൈസ അയച്ചു കൊടുത്താണ് ഇപ്പൊ ഗൾഫിലേക്ക് പോയത്. പോയി കഴിഞ്ഞ് പോണങ്ങാട്ട് പ്രഗ്നൻ്റ് ആയി. ഞാൻ പ്രസവിച്ച് ജൂൺ 2-ാം തീയതി. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ മുനീർ ലീവിന് വന്ന്, നോമ്പ് പെരുന്നാളിൻ്റെ ആ സമയത്ത് ലീവിന് വന്നിട്ട് കൊച്ചിനെ കണ്ട് പൈസയും കൊടുത്ത് കൊച്ചിന് കുടുപ്പ് കൊടുത്തിട്ട് പോയി. വീട്ടിലേക്ക് പോയി. എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ. എൻ്റെ വീട് കൊച്ചിയിലാണ്, ബാത്തുരുത്തി, കൊച്ചി. അവിടെയാണ്. അങ്ങനെ വന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ കേൾക്കണത് മുനീറ കല്യാണം കഴിഞ്ഞെന്നാണ്. കല്യാണം കഴിഞ്ഞ് രഹസ്യമായിട്ട് പൂച്ചാക്കൽ പാണാവള്ളി രജിസ്റ്റർ ഓഫീസിൽ ഇവർ രണ്ടുപേരെയും കല്യാണത്തിൻ്റെ രജിസ്റ്റർ ചെയ്യാൻ വെച്ച് അങ്ങനെ ഫോട്ടോ കണ്ടായിരുന്നു. അങ്ങനെ കണ്ട് അതെൻ്റെ ആങ്ങളെ കണ്ട് പിടിച്ച് അവിടെ രജിസ്റ്റർ ചെയ്യൽ നിർത്തിച്ച് കളഞ്ഞ്. കേസ് കൊടുത്ത അന്ന് തന്നെ മുനീർ ഗൾഫിലേക്ക് പിന്നെ പോയി. രജിസ്റ്റർ ചെയ്തില്ല. നിക്കാഹ് കഴിഞ്ഞ് വീട്ടിൽ വെച്ച് മുസ്ലിയാർ വന്ന് നിക്കാഹ് ചെയ്ത് കൊടുത്ത്. അത് ഞങ്ങൾ ആ പെണ്ണിൻ്റെ മഹലെത്തി പോയി ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്ത് കൊടുത്തില്ല, നിങ്ങൾ നിയമപരമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞിട്ട് എന്നെ ഇപ്പോൾ 2 പ്രാവശ്യം വിളിച്ചായിരുന്നു. നീ നിൻ്റെ വഴിക്ക് പോയിക്കോ, ഞാനിപ്പോൾ അവളെയും കൊണ്ട് പോകാൻ വേണ്ടി പോകണേണെന്ന് പറഞ്ഞു ഗൾഫിലേക്ക്. എൻ്റെ ഉമ്മച്ചിയാണ് കഷ്ടപ്പെട്ട് ഇപ്പോൾ ഞങ്ങൾ നോക്കണത്. പ്രസവത്തിന് എല്ലാ ചിലവും എൻ്റെ ഉമ്മച്ചി തന്നെയാണ് നോക്കിയതൊക്കെ. പ്രവാസലോകം പ്രേക്ഷകരോടും പൊതുസമൂഹത്തിനോടും കൂടിയുള്ള ഒരു ചെറിയ വർത്തമാനമാണ്. റസീന 3 കുട്ടികളുടെ മാതാവ് ഭർതൃഗ്രഹത്തിലെ സന്തോഷമായ ജീവിതം കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്ന ഒരു സഹോദരിയാണ് അവർ. ഭർത്താവ് 3 മക്കൾ, 2 പെൺമക്കളും ഈ ചെറിയ കുട്ടിയുമുള്ള അദ്ദേഹം ഒരു പുതിയ വിവാഹത്തിന് വേണ്ടിയിട്ട് പള്ളി കമ്മിറ്റികളെ സമീപിച്ച് അവർ കൊടുത്തില്ല എന്ന് കേട്ടതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും പള്ളി കമ്മിറ്റികൾ പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ്. പള്ളി മഹലുകളുടെ സമ്മതമില്ലാതെ നടത്തുന്ന ഒരു വിവാഹവും രജിസ്റ്റർ ഓഫീസിൽ പോയി നടത്തുന്ന വിവാഹമല്ലാതെ ഇസ്ലാമിക നിയമപ്രകാരം വാലിഡിറ്റി ഇല്ല. രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് വിവാഹം കഴിച്ചാലും സിവിൽ ഇതിലേ നിൽക്കുകയുള്ളൂ, ഇസ്ലാമിക ഇതിൽ നിലനിൽപ്പില്ല. അപ്പോൾ ഏതോ എവിടെ നിന്ന് വന്ന ഒരു മുസ്ലിയാർ നിക്കാഹ് നടത്തി കൊടുത്തു എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അത്തരത്തിലുള്ള മേലിയാക്കന്മാർ ഈ പണി നിർത്തുകയാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ പണി ഇതല്ല. നിങ്ങളുടെ പണി ദീൻ പ്രചരിപ്പിക്കലാണ്, സത്യം പ്രചരിപ്പിക്കലാണ്, നീതി പ്രചരിപ്പിക്കലാണ്, സാഹോദര്യം പ്രചരിപ്പിക്കലാണ്, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം പ്രചരിപ്പിക്കലാണ്. ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾക്ക് കൂട്ടു നിൽക്കലല്ല ഉസ്താദെ നിങ്ങളെ പണി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊക്കെ എവിടുന്നാ പഠിച്ച്? നിങ്ങളാരെങ്കിലും ആടെ നിക്കാഹ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് എൻ്റെ ഈ വർത്തമാനത്തിന് ഇതുള്ളൂ. നിങ്ങളാരും അറിയാണ്ട് പോയിട്ട് നിക്കാഹ് ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും മെയിലിയാക്കന്മാർ? നിങ്ങളെ പണി അത്?
നിങ്ങൾ കേരളത്തിലെ മൗലവിമാരെയും മുല്ലമാരുടെയും ചരിത്രം പഠിക്കണം. മഹാന്മാരായിട്ടുള്ള ഒട്ടേറെ ആളുകൾ ദീനീ പ്രവർത്തനം നടത്തിയ കേരളത്തിലാണ് നിങ്ങൾ നടത്തുന്നത്. നാടിനു വേണ്ടി ദേശത്തിന് വേണ്ടി പൊരുതിയ എത്രയോ മതപണ്ഡിതന്മാർ കേരളത്തിലുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അവരുടെ പരമ്പരയിൽ നിങ്ങളെപ്പോലുള്ള ആളുകളെ പെടുത്തുമ്പോഴാണ് ആളുകൾ പരിഹസിക്കുക. കഴുമരത്തിലേക്ക് കയറിപ്പോയ മതപ്രഭാഷകന്മാരുണ്ട്, മതപണ്ഡിതന്മാരുണ്ട്, നാടിനു വേണ്ടി സമൂഹത്തിനു വേണ്ടി. അത്തരത്തിലുള്ള ആളുകളുടെ പട്ടികയിലാണോ നിങ്ങൾ പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? അവരും മതപ്രവർത്തകരായിരുന്നു, മതപ്രഭാഷകരായിരുന്നു, മതപണ്ഡിതന്മാരായിരുന്നു. നിങ്ങൾ ഈ സമൂഹത്തെ കുളം തോണ്ടാൻ വേണ്ടിയിട്ട് ജനിച്ചവരാണെന്നാണ് ഞാൻ പറയാം. ഈ സമൂഹത്തെ പുതിയ രീതിയിലേക്ക്, ആധുനികതയിലേക്ക് പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ മുസ്ലിം സമുദായം ഒട്ടേറെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പണി അവസാനിപ്പിക്കുന്നതായിരിക്കും പറയാനുള്ളത്. മഹല്ല് കമ്മിറ്റി ഇതിലൊക്കെ ശക്തമായിട്ട് ഇടപെടണം. ആരാ നിക്കാഹ് കഴിച്ചു കൊടുത്തെന്ന് അന്വേഷിക്കണം. ഈ 3 കുട്ടികളെ ഈ സ്ത്രീയെ ഒരു പരുവത്തിലാക്കിയിട്ട് എന്താ അതിനുള്ളൊരു നീതി? 2 പെൺകുട്ടികളുണ്ട്, 11 വയസ്സും അല്ലേ? ഇവരെവിടെ പോവുക? ഇവരെവിടെ പോവും? മുനീറ, ഇതൊന്നും ശരിയായുള്ളൊരു കാര്യമല്ല ഈ ചെയ്ത് കിട്ടാം. നിനക്കത് വലിയൊരു കേമത്തരായി തോന്നും. നിന്നെ പറഞ്ഞയച്ചത് ഈ പെൺകുട്ടിയുടെ ഉമ്മ വല്ല അറബികളുടെ ഇവരൊക്കെ ചീത്തയും വാക്കും കേട്ട് ജോലി ചെയ്ത് കിട്ടിയ കാശുകൊണ്ടാണല്ലോ. എന്നിട്ട് ഇത്തരത്തിലുള്ള കുരുത്തക്കെട് ചെയ്യേ. ഏത് കാലത്തോണ്ടോ പടച്ചവനോട് പൊറുക്കുക? പടച്ചവൻ പൊറുക്കില്ല കേട്ടാ. ഈ 3 മക്കളെ അനാഥാക്കിയിട്ട് നീ ഒരു വിവാഹം കഴിച്ച് ഗൾഫിലേക്ക് പോയാൽ അതൊന്നും നീ രക്ഷപ്പെടാൻ പോലുള്ള മോനെ, ഉറപ്പാ. അതൊന്നും ശരിയല്ല. നീ പുനർചിന്തനം നടത്തണം. ഈ മക്കളെ നീ നോക്കണം. അത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. നിൻ്റെ മക്കളാണ്. എല്ലാ സാമൂഹ്യ നിയമപ്രകാരവും ഈ മക്കളെ നോക്കാൻ, ഈ സ്ത്രീയെ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് നിങ്ങൾ, മുനീർ. അതുകൊണ്ട് നിങ്ങൾ ഈ കുട്ടികൾക്ക് ന്യായമായി ചെലവിനയക്കണം. വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അവരുടെ വിവാഹത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഈ സ്ത്രീക്ക് ചെലവിന് കൊടുക്കണം. ഇവരാര് കൊണ്ടുപോകണോ? ഇവർ ആരെങ്കിലും കൊണ്ട് കെട്ടിക്കൊണ്ടുപോവോ? എന്തൊക്കെ നടക്കണം എൻ്റെ മുനീർ? ഏത് ലോകത്തിലാണ്? മുനീറിനെ കാണുന്ന ആളുകൾ അദ്ദേഹത്തെ ഒന്ന് ഉപദേശിക്കണം. മുനീർ, ഇതൊന്നും ശരിയല്ല. ഞാൻ ഈ സഹോദരി പറഞ്ഞ അർത്ഥത്തിലാണ്. നിങ്ങളായിട്ടൊരു പെണ്ണിനെ കൊടുത്ത് നിങ്ങളെ വീട്ടിൽ നിർത്തിയിട്ട് ഇവരെ പിടിച്ച് പുറത്താക്കിയിട്ട് അതിനൊരു ഇസ്ലാമിക പരിവേഷവും നൽകിയിട്ട് അങ്ങനെ കണ്ട് നിങ്ങൾ സൗദിയിൽ പോയിട്ട് ഭാര്യനെയും കൊണ്ടുപോയിട്ട് സൂഹിക്കാതെ ആയിരിക്കുക. അത് നടക്കില്ല മുനീറെ, ഉറപ്പായിട്ട് നടക്കില്ല. നാട്ടുകാരുണ്ട്, എല്ലാവരും നിങ്ങളെ എതിർക്കും. ഇത് പ്രക്ഷേപണം കഴിയുമ്പോൾ നിങ്ങൾക്ക് മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കളാണ് ഉണ്ടാവുക. നിങ്ങളെ ചോദ്യം ചെയ്യുന്നവരുണ്ടാവും തീർച്ചയായിട്ടും. ഞാൻ ഇപ്പോൾ ഇവരോട് എന്ത് പറഞ്ഞ് സമാധാനിപ്പിച്ചയക്കാനാ? ഒന്നും പറയാല്ല. പിഞ്ച് കുഞ്ഞിരുന്നിട്ട് അതിനൊന്നും അറിയില്ല. ആരോടാ പറയാ? എന്താ പറയാ ഈ സഹോദരിയോട്? എന്തെങ്കിലും ഒരു ഉത്തരം എൻ്റെ കയ്യിൽ വേണ്ടേ? നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പ്രേക്ഷകർ തീരുമാനിക്കണം ഈ സഹോദരിയോട് എന്ത് പറയണം, അവർക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇത് മാത്രമേ എനിക്ക് ഇവരോട് പറയാനുള്ളൂ. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്ന മനുഷ്യരെ തേടിയുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ യാത്ര. ഇത് തികച്ചും സൗജന്യമാണ്. കാണാതായ ആളുകളെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിൻ്റെ അഡ്രസ്, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. വീണ്ടും ഒരു ഇലക്ഷൻ വരുന്നു. ശബ്ദവും ആത്മാവും ഇല്ലാത്ത നിഴൽ രൂപങ്ങളായി പ്രവാസികൾ ഇനിയും ജീവിക്കരുതേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നിങ്ങൾക്ക് വോട്ട് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിലും പ്രവാസികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുവാൻ നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് അഭ്യർത്ഥിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ പ്രവാസലോകം ഇവിടെ അവസാനിക്കുന്നു.
അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.